ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ ഏതാണ്ട് 3 ആഴ്ചകൾക്ക് ശേഷം ഞാൻ തിരികെ വന്നിരിക്കുന്നു. അപ്പം കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ നമ്മളുടെ ഒരു സെർവർ ഉണ്ടായിരുന്നു, ഫൺമാക്സ് SMP. അപ്പം അതിൻ്റെയും കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടായിരുന്നു കുറേ ദിവസം വരാനത്. ഇപ്പോൾ ഉള്ള വേൾഡിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വെക്കേഷൻ ടൈം ഫുൾ ഞാനും ഫ്രണ്ട്സും കളിച്ചുകൊണ്ടിരുന്നൊരു സെർവറിൻ്റെ ബാക്കപ്പിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ലോലിപോപ്പ് SMP എന്ന സെർവറിൻ്റെ പേര്. അന്ന് ഇതിൻ്റെ വീഡിയോവും പിന്നെ ഇതിലേക്ക് പ്ലേയേഴ്സ് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഇതൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ബാക്കപ്പിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഞാൻ എൻ്റെ ബേസ് മൊത്തം ചുറ്റി കാണിച്ചത്. കാണുന്നതാണ് എൻ്റെ ബേസ്. അന്ന് കുറേ എന്ന് വെച്ചാൽ അന്ന് കുറേ ടൈം ഇതിൽ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. അന്ന് ഞാനത് എൻ്റെ ഒരു വലിയൊരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വലിയ സ്റ്റാച്ചു. പിന്നെ കാണുന്നതാണ് എൻ്റെ വീട്. പിന്നെ നമ്മൾ നെതർ പോർട്ടൽ വീടിൻ്റെ അപ്പുറമൊക്കെ വല്ലതുമല്ല, ഒന്ന് രണ്ടല്ല കുറേ ക്രീപ്പർ പൊട്ടിക്ക് ഈ വീടിന് മുന്നിൽ. പിന്നെ കാണേണ്ട എൻജോയിങ് ഏരിയ, പിന്നെ നമ്മളെ സ്റ്റോറേജ്. മുകളിലേക്കാണ് എൻ്റെ ബെഡ് വരുന്നത്. ഇവിടെ ബെഡ്, പിന്നെ നമ്മളെ സ്പെഡ് ഏരിയ. അങ്ങനെ ചെറിയ വീടായിരുന്നു അന്ന് രീതിയിൽ ഉണ്ടാക്കിയ വീടാണ്. പിന്നെ ഇവിടെ ഒരു സീക്രട്ട് ഡോറൊക്കെ ഉണ്ട്. അതിന് സ്വിച്ച് ഇടാൻ ഓർമ്മല്ല, പൊട്ടിച്ചിട്ട് കയറാം. ഇവിടെ ഇടാനും പിന്നെ പ്രശ്നം. അതിന് അധികം ലൂട്ടൊന്നും വെക്കല്ലേ, ഞാൻ മുകളിൽ തന്നെ വെക്കല്. ഇവിടെ വാല്യുബിൾ പ്രശസ്തിൽ അങ്ങനെ ഇവിടെ എൻ്റെ ചെറിയ സ്മെൽറ്റിങ് ഏരിയ, മൈനിങ് ഏരിയ. പിന്നെ ഇതാണ് എൻ്റെ സ്റ്റാച്ചു. ഇത് ഞാൻ നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെതാ ഈ സ്കിന്നിൻ്റെ പിക്സലുകൾ വെച്ചിട്ടുണ്ടാക്കിയാണ്. അതേ ഒരു മെഷർമെൻറ്റിൽ ഉണ്ടാക്കിയാണ്. കോൺക്രീറ്റ് ഒക്കെ ഉപയോഗിച്ച് തന്നെ മുടി ലീവ്സൊക്കെ ആണ്. സാൻഡ് സ്റ്റോൺ ആണ്, ഫുൾ കോൺക്രീറ്റ് ആണ്. അന്ന് കുറേ മണിക്കൂറുകളും ഗ്രൈൻഡ് ചെയ്ത് ഈ കോൺക്രീറ്റ് ഒക്കെ ഒപ്പിക്കാൻ. അതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ഇതാണ്, സന്തോഷമാണ് ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ. പിന്നെ എൻ്റെ ഏതെങ്കിലും ഒരു വേൾഡിൻ്റെ വലിയൊരു സ്റ്റാച്ചു ഉണ്ടാക്കണം എന്നൊരാഗ്രഹമായിരുന്നു. അപ്പോൾ അന്ന് ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ ഇത് ഫുൾ ഡയമണ്ട് ബ്ലോക്ക് കൊണ്ട് ഉണ്ടാക്കിയ ബീക്കാണ്. ഇത് ഞാൻ സെർവർ കഴിയാന്നേരം കുറേ പ്ലേയേഴ്സൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ വയർലൈൻ അത് ഉപയോഗിച്ച് കുറേ ഡയമണ്ട് ബ്ലോക്ക് എഡിറ്റ് ചെയ്യാൻ നേരം ഞാൻ ശ്രദ്ധിക്കുന്നത്. ഫുൾ എച്ചപ്പാട് ഒന്നും കേട്ട് കാണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ബീക്ക ഉണ്ടാക്കാൻ ഡയമണ്ട് ബ്ലോക്ക് ഫുൾ ഒപ്പിച്ച് എങ്ങനെ വെച്ചാൽ അതിൻ്റെ ആ സമയത്തൊരു ഡ്യൂപ്ലിക്കേഷൻ ഗ്ലിച്ച് ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയാണ് ആ ഡയമണ്ട് ബ്ലോക്കൊക്കെ. അതാണ് ഞാൻ പറയുന്നത്, പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റില്ല. ജനറേറ്റ് ചെയ്ത് കുറേ TNT ഒക്കെ ജനറേറ്റ് ചെയ്തിരുന്നു. അവിടെ വെച്ചതിനു ടെസ്റ്റ് ചെയ്തത്. പിന്നെ അത് വെറുതെ ഉണ്ടാക്കിയ മോഫാർമ വർക്കും ചെയ്യൂല. പിന്നെ പുറകിലേക്ക് അത്ര വലിയ രസമില്ല വില്ലേജ് അപ്ഗ്രേഡർ. പിന്നെ കുറേ പ്ലേയേഴ്സിൻ്റെ വീട് എൻ്റെ വീടിനടുത്ത് തന്നെ ആയിരുന്നു. എൻ്റെ മൊത്തം ബേസ് നോക്കുകയാണെങ്കിൽ ഇതാണ്. പിന്നെ ഇവിടേക്ക് ഈ ഭാഗത്തേക്ക് വീടുണ്ട്. ഇത് ആദ്യം ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ മാറ്റി പണിഞ്ഞാണ്. പിന്നെ അവിടേക്ക് ഉണ്ട് ഞാനതിന് സർവത്തെ രാജാവ് എന്ന് പറയാൻ. എൻ്റെ 4 ഭാഗത്തും വീടാണ്. ഈ ഭാഗത്തേക്ക് ഒരു വീടുണ്ട്, ഫാർമ എടുത്തായി. പിന്നെ പുറകിലേക്കൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തേക്ക് ഗോൾഡ് ഫാർമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ സെറ്റപ്പ് അതിന് കുറേ ടൈം കളിച്ച് കീഴിൽ വെച്ചാൽ തുടങ്ങിയ സമയത്ത് പറയുകയാണെങ്കിൽ ഒരു 8-7 മണിക്കൂറൊക്കെ സെർവറിൽ ഗ്രൈൻഡ് ചെയ്തിട്ട്. പിന്നെ ഇതിൽ ഏകദേശം ഒരു 10-13 പ്ലേയേഴ്സ് അതിനും ഉണ്ടായിരുന്നുള്ളത്. പിന്നെ കുറേ പ്ലേയേഴ്സിന് വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് വീഡിയോ നടക്കാനില്ല. അന്ന് ചാനൽ തുടങ്ങിയ ടൈമായിരുന്നു. ലെറ്റ്സ് പ്ലേയുടെ
ലെറ്റ്സ് പ്ലേയുടെ ഇടയിൽ നമ്മൾ ഏകദേശം ഗെയിമിൻ്റെ മിഡിൽ സ്റ്റേജിലെത്തിയിരുന്നു. എന്ന് വെച്ചാൽ എട്ടാമത്തെ എപ്പിസോഡ് വരെയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇത് വേൾഡ് ഡിലീറ്റ് ആക്കിയത്. നമ്മൾ വേൾഡ് ബിൽഡറൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ അടുത്ത എപ്പിസോഡിലേക്ക് ടൈലി ഹാള് സെറ്റ് ചെയ്ത് ഡർമർക്ക് സെറ്റ് ചെയ്യാനുള്ള പ്ലാനായിരുന്നു. അതിൻ്റെ പോയി പിന്നെ അതുകൊണ്ട് കളിക്കാൻ തന്നെ പറ്റാണ്ടായി. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് സെർവർ സ്റ്റാർട്ട് ചെയ്തതും ഗൈസ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരമാണ് ശ്രദ്ധിച്ചത്. ചില ഭാഗങ്ങളൊക്കെ ഭയങ്കര നോയ്സാണ്. അതെന്ന് വെച്ചാൽ ഞാൻ മൈൻക്രാഫ്റ്റ് ഒരു സെറ്റിങ്സ് മാറ്റിയിടാറുണ്ടായിരുന്നു ഓഡിയോൻ്റെ. എന്ന് വെച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നം തോന്നാതിരിക്കാൻ. പക്ഷെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ അത് മാറ്റാനൊക്കെ മറന്നുപോയി. അപ്പം ചില ഭാഗത്തൊക്കെ ഭയങ്കര നോയ്സായി. അപ്പം കുറേ ക്ലിപ്പൊക്കെ കട്ട് ചെയ്യേണ്ടി വന്ന്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഇട്ട് അത് ശ്രദ്ധിക്കുന്നതായിരിക്കും. സോറി ഫോർ ദ നോയ്സ്. ഇന്നത്തെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ഭയങ്കര കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.